ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. എതിർക്കാതെ ആശങ്കയറിയിച്ച് പ്രതിപക്ഷം. പ്രത്യാഘാതം പഠിക്കണം. അണക്കെട്ടുകളുടെ ബഫർ സോൺ ഉത്തരവ് പിൻവലിച്ചു. നടപടി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ. പൊതുസ്ഥലത്തെ പരിപാടികൾക്ക് ഫീസ്. അധിക വിഭവ സമാഹരണം ലക്ഷ്യം. നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന് CAG. 131-ൽ 77 എണ്ണം നഷ്ടത്തിൽ. 44 എണ്ണം സമ്പൂർണ്ണമായി തകർന്നെന്നും 18 എണ്ണം അടച്ചുപൂട്ടലിന്റെ ഘട്ടത്തിലെന്നും കണ്ടെത്തൽ. ഓഡിറ്റിനായി KSRTC കണക്കുകൾ നൽകുന്നില്ലെന്നും CAG. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സാവകാശം തേടി വിജിലൻസ്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 45 ദിവസം വേണമെന്ന് കോടതിയിൽ വിജിലൻസ്. ഹർജി മെയ് 6-ന് വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കും. പൊതുസ്ഥലത്തെ പ്രചരണ പരിപാടികൾക്ക് ഫീസ് ഈടാക്കാൻ സർക്കാർ. ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി MB രാജേഷ്. പ്രചരണം നിയമവിധേയമായ സാധന സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമെന്നും മന്ത്രി. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരി മിഠായിയുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികൾ. പാഴ്സൽ എത്തിയത് വട്ടപ്പാറ സ്വകാര്യ ബോയ്സ് ഹോസ്റ്റലിന്റെ അഡ്രസ്സിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. അന്വേഷണം ആവശ്യപ്പെട്ട IBക്കും പേട്ട പോലീസിനും പരാതി നൽകി. മരണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മേഘ ജീവനൊടുക്കിയത് ഇന്നലെ ട്രെയിനിന് മുന്നിൽ ചാടി. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ GCDAക്ക് ക്ലീൻ ചിറ്റ്. GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം. സംഘാടകരായ മൃദംഗവിഷന് ഗുരുതര വീഴ്ച സംഭവിച്ചു. കേസിൽ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ ചെന്താമരയ്ക്കെതിരെ ദൃക്സാക്ഷിയുടെ നിർണായക മൊഴി. കൊലയ്ക്ക് കാരണം വ്യക്തിവൈരാഗ്യമെന്നും കുറ്റപത്രത്തിൽ. തൊടുപുഴ ബിജു ജോസഫ് കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കണ്ടെടുത്തു. വാനിന്റെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ രക്തക്കറ. കൊലപാതകത്തിന് ശേഷം പ്രതികൾ വാഹനം കഴുകി തെളിവ് നശിപ്പിച്ചെന്നും പോലീസ്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ പരിശോധന. ജഡ്ജിയുടെ മൊഴിയും രേഖപ്പെടുത്തി. നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവം ഗൗരവതരമെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗം വൈകിട്ട്. യാക്കോബായ സഭയ്ക്ക് പുതിയ അമരക്കാരൻ. മാർ ജോസഫ് കാത്തോലിക്കയായി അഭിഷിക്തനാകും. ചടങ്ങുകൾ ബെയ്റൂട്ടിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ. മാർ ജോസഫ് യാക്കോബായ വിഭാഗത്തിന്റെ 3ാമത്തെ കാത്തോലിക്ക.